ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വരാൻ പോവുകയാണ്. ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത്. പാകിസ്ഥാനിൽ ഇന്ത്യ കളിക്കാൻ തയ്യാറാവാത്തതിനാൽ ഇത്തവണ വലിയ വാശിയോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേരെത്തുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെയാണ് നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫെബ്രുവരി 23-നാവും നടക്കുക. ഇന്ത്യ, പാകിസ്ഥാൻ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവരെല്ലാം കരുത്തോടെ ഇറങ്ങുമ്പോൾ ഇത്തവണ ആരാവും കിരീടത്തിലേക്ക് എത്തുകയെന്നത് അറിയേണ്ടത്. പല പ്രമുഖരും ഇതിനോടകം തങ്ങളുടെ പ്രവചനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇപ്പോഴിതാ മുൻ ഇന്ത്യൻ സ്പിന്നറായ ഹർഭജൻ സിംഗ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് പ്രവചിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുമെന്നാണ് ഹർഭജൻ സിംഗ് പറയുന്നത്. പാകിസ്ഥാനും ന്യൂസിലാൻഡും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നും ഇവർ സെമിയിലുണ്ടാവുമെന്നും ഹർഭജൻ പ്രവചിക്കുന്നു. അവസാന ഏകദിന ലോകകപ്പിലും ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. അന്ന് ഇന്ത്യയെ തട്ടകത്തിൽ തോൽപ്പിച്ച് കപ്പുയർത്താൻ ഓസീസിനായിരുന്നു. പാറ്റ് കമ്മിൻസ് കീഴിൽ ശക്തമായ താരനിരയെയാണ് ഓസീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തവണയും ഓസീസിൽ നിന്ന് വലിയ പോരാട്ടം പ്രതീക്ഷിക്കുന്നു. ഓസ്ട്രേലിയ കരുത്തരുടെ നിരയാണെന്നത് മാത്രമല്ല, വലിയ ടൂർണമെൻറ്റുകളിൽ പ്രത്യേക മികവും ഇവർ കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ വമ്പന്മാരുടെയും പ്രധാന വെല്ലുവിളി കങ്കാരുക്കളാകുമെന്നുറപ്പ്. എന്തായാലും ഓസീസ് ഫൈനൽ കളിക്കാൻ സാധ്യത കൂടുതലാണ്. പാകിസ്ഥാനും ശക്തമായ നിരയുമാണ് ഇത്തവണ എത്തുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ സമീപകാലത്തെ ഏകദിനങ്ങളിലെ പ്രകടനം അതിഗംഭീരമാണ്. മുഹമ്മദ് റിസ്വാനെ നായകനാക്കി പാകിസ്ഥാൻ ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ. മികച്ച യുവതാരങ്ങളെ കൊണ്ടുവരാൻ പാകിസ്ഥാനായിട്ടുണ്ട്. കൂടാതെ ഇത്തവണ പാകിസ്ഥാൻ്റെ മണ്ണിലാണ് മത്സരമെന്നത് അവർക്ക് കൂടുതൽ മേൽക്കൈ നൽകുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച് കപ്പടിച്ച ചരിത്രം പാകിസ്ഥാന് അവകാശപ്പെടാനാവും. ഇത്തവണ മികച്ച ബാറ്റിംഗ് കരുത്തും ബൗളിംഗ് കരുത്തും പാക് നിരക്കുണ്ട്. ന്യൂസിലൻഡും ഇംഗ്ലണ്ടും നിസാരക്കാരല്ല. അനുഭവസമ്പന്നരായ താരങ്ങൾ ഇരു ടീമുകൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ശക്തമായ പോരാട്ടം ഇത്തവണ പ്രതീക്ഷിക്കാം. എന്തായാലും കപ്പിലേക്കെത്തുക ആർക്കും എളുപ്പമാവില്ല. പാകിസ്ഥാനിലെ സാഹചര്യം പേസിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ പേസ് കരുത്ത് ടീമുകൾക്ക് നിർണായകമാവും. പരിക്കും ഫോമില്ലായ്മയിലും വിതച്ച് ഇന്ത്യ രോഹിത് ശർമ്മയെ ക്യാപ്റ്റനും ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനുമായും നിയമിച്ച് ഇതിനോടകം ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ടീം കരുത്ത് ശക്തമാണെങ്കിലും ഫോമും ഫിറ്റ്നസും പ്രശ്നമാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏറെ നാളുകളായി മോശം ഫോമിലാണുള്ളത്. കൂടാതെ സ്റ്റാർ പേസർമാരായ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും പരിക്കിൻ്റെ പിടിയിലുമാണ്. സ്ഥിരത ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രശ്നമാണ്. എന്തായാലും ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി നേടാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യൻ ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. ഗൗതം ഗംഭീർ എന്ന ഇന്ത്യൻ പരിശീലകനും നായകൻ രോഹിത് ശർമ്മക്കും ടൂർണമെൻറ്റ് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ടീം തോറ്റാൽ ഇരുവരുടെയും കസേര തെറിക്കും. സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള പല യുവ പ്രതിഭകളെയും ഇന്ത്യൻ ടീമിൽ നിന്ന് തഴഞ്ഞതിൽ പ്രതിഷേധവും ശക്തമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ പറയാം. ദുബായിൽ കളിച്ച് ഇന്ത്യക്ക് അനുഭവ സമ്പത്തുള്ളതിനാൽ മികച്ച പ്രകടനം തന്നെ പ്രതീക്ഷിക്കാം.